വഴിയുമല്ല. അവിടെ വന്ന് വണ്ടി വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മൊത്തം പൂവാലേ. അതെ, എന്താണ് സംഭവിച്ചത്? ഓക്കെ ഗായ്സ്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പഴയ തറവാട്ടിലോട്ട് വരികയാണ്. ഏറെ നാളുകൾക്ക് ശേഷമുള്ള രണ്ടാം വരവാണ്. ഇല്ലടാ കട്ടി, താങ്കൾ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. കല്യാണ വീട്ടിലേക്കൊന്നും അല്ല നമ്മൾ പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ MDയുടെ സ്വന്തം ബാറായിരുന്നത്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമാണ്. മദ്യത്തിലേക്ക് വന്നതിന് ശേഷം ക്ലോസ് ആയി പോയതാണ്. അപ്പോൾ അതിനുശേഷം റീ ഓപ്പൺ ചെയ്തത് ഇന്നലെയാണ്. അതായത് ഇന്നിപ്പോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് ലേറ്റ് ആണ്, പക്ഷേ അറ്റ് പ്രസന്റ് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് എത്രാം തീയതിയാവും? ഇന്ന് 11. അതെ, ഇന്ന് 11-ാം തീയതിയാണ് ഞാനിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ 10-ാം തീയതി 10 ഫെബ്രുവരിയിലാണ് ഈ ബാർ റീ ഓപ്പൺ ചെയ്തത് ആക്ച്വലി. കാരണം ഒരുപാട് ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാറായിരുന്നു ഇത് ആക്ച്വലി. ഇപ്പൊ തൽക്കാലം ബിയർ ആൻഡ് വൈൻ മാത്രമാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ബാറുകൾ ഉണ്ടായിരുന്ന സമയത്ത് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു ബാറായിരുന്നു അശോക എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്രത്യേക കാരണങ്ങളാൽ മദ്യനയം വന്നപ്പോൾ അവർക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നത് മാത്രമാണ്. അപ്പൊ തിരിച്ച് പൂർവാധികം ശക്തിയോടെ അവർ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം ബിയർ ആൻഡ് വൈൻ മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ആലപ്പുഴയുടെ ഹൃദയ ഭാഗത്താണ് ഈ ഒരു ബാർ സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് നമ്മുടെ ടൗൺ ഹാൾ, ആലപ്പുഴ ടൗൺ ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഈ ബാർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫ് ആയാലും എല്ലാവരും വളരെയധികം ഫ്രണ്ട്ലിയാണ്. എനിക്ക് സ്വന്തം ബാർ പോലെ കയറി വരാൻ പറ്റുന്ന ഒരു ബാറായിരുന്നു ആക്ച്വലി അശോക ബാർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ചേട്ടൻ വരുന്നുണ്ട്, ആംസൽ ചേട്ടാ. 3 വേണം കേട്ടോ. ഇപ്പൊ തൽക്കാലം 2 മതി, തണുപ്പ് വേണ്ട. പിന്നെ ഫുഡ് എന്തൊക്കെയാണുള്ളത്? ഫുഡിലായോ? ബീഫ് ചിക്കൻ്റെ ഏതാ ഉള്ള? ഒന്നും ആയിട്ടില്ല. ഓംലെറ്റോ എഗ് ചില്ലി വല്ലതും ഉണ്ടോ? എഗ് ചില്ലി വരും, ഒരു എഗ് ചില്ലി. ക്യാഷ് ആയിട്ട് വല്ലതും ഉണ്ടോ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരുപാട് വന്നിരുന്ന സ്ഥലമായിരുന്നു. അതെ, ഇവിടുന്ന് എല്ലായിടത്തോട്ടും ഈസി ആക്സസ് ആണ്. നമ്മളിപ്പോ ഈ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തിലോട്ടുള്ള ഈസി ആക്സസ് അതാണ് ഇതിന്റെ. ഈ ബാറിൽ നിന്ന് എല്ലായിടത്തോട്ടും ഈസി ആക്സസ് ആണ് ആലപ്പുഴയിലുള്ള എല്ലായിടത്തും. എല്ലായിടത്തും ചെയ്യും. ഓക്കെ, എന്താ നമ്മുടെ പഴയ വീഡിയോ ഓർത്തിട്ടാണ് അവിടെ തൽക്കാലം പതപ്പിച്ചത്. നല്ല ക്ലാസ് അല്ലേ? യെസ്. ഓക്കെ, പണിയെടുത്തോ? ഇത് ആക്ച്വലി കുടിക്കുമ്പോൾ എനിക്ക് ബിയറിന്റെ ഫീൽ അല്ല വരുന്നത്. എന്റെ വായിൽ വരുന്നത് ബിയറിന്റെ ടേസ്റ്റ് ആണെങ്കിലും മനസ്സിൽ വരുന്നത് ആ പഴയ ഓർമ്മകളാണ്. കാരണം ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ് ഈ ബാർ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. താങ്കൾക്ക് എനിക്കറിയത്തില്ല, കാരണം നമ്മുടെ തമ്മിൽ പരിചയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ആ ടൈമിൽ ബാറിലൊന്നും കഴിക്കാറില്ല. അല്ല, ഇത് നേരത്തെ അടച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ഇവിടുന്നായിരിക്കും തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ബന്ധമുണ്ടായിരുന്നൊരു ആദ്യ കാലം. അതാണ് കാശ് പറഞ്ഞത്. കാരണം സംഘർഷി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലത്തിൽ ഈ ബാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ വരും. കാരണം ആലപ്പുഴയിൽ ഏറ്റവും ആത്മബന്ധമുള്ള ഒരു ബാറായിരുന്നു ഞങ്ങൾക്ക്. ആദ്യമായിട്ട് വെള്ളമടിക്കാൻ ഒരു ബാറിൽ പോയത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബാറിനോട് അത്രയേറെ ഒരു സന്തോഷവും ഒരു ആത്മബന്ധവുമാണ്. മിച്ചറിനും അല്ല ചിക്കൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇതിന് വട്ടാണെന്ന് പറയും. പക്ഷെ നല്ല എരിവുണ്ട്, നല്ലൊരു പ്രത്യേക മസാല. പഴയൊരു മിച്ചറിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ. അതെ, 5-6 വർഷം മുമ്പ് കഴിച്ചാൽ മിച്ചറിന്റെ ടേസ്റ്റ്. അശോകയായിട്ടൊന്ന് മിന്നി നിൽക്കുന്ന സമയമാണ്. അശോകയുടെ പ്രൈം ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അശോക
ചിത്തിന്, അതൊരു പഴയ ഒരു നൊസ്റ്റാൾജിക് ബാർ, ഓർമ്മയുണ്ടല്ലോ എനിക്ക്. മുല്ലക്കൽ, അതെ, നമ്മുടെ പിക്ചർ ജംഗ്ഷനാണ് തോന്നുന്നു. പിക്ചർ ജംഗ്ഷന്റെ ഇപ്പോഴത്തെ ബിവറേജിന്റെ സത്യം. അതും ഇതേപോലെ ഒരു വിന്റേജ് ബാറാണ്. പിന്നെയുള്ള ബാർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ പഴയ ആർക്കടി, റെസ്റ്റോറന്റ് ആർക്കടി ഉണ്ട്. ബിയർ പാർലറല്ല, അങ്ങനെ വളരെ ചുരുക്കം ബാറുകൾ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിന്നൊരു ബാറായിരുന്നു അശോക. കാരണം ഈ ബാറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു റെസ്റ്റോറന്റ്, ഫാമിലി റെസ്റ്റോറന്റ് കം ബാറാണ്. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്തൊക്കെ ഞാനും വരാറുണ്ടായിരുന്നു. ഞാൻ വന്നിട്ടുണ്ട് ഉച്ച സമയങ്ങളിൽ പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ആലപ്പുഴയുടെ ഒരു ഹൃദയഭാഗത്താണ് ഈ ഒരു ബാർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഓഫീസസ്, ഗവൺമെന്റ് ഓഫീസായാലും പ്രൈവറ്റ് ഓഫീസായാലും ഒരുപാട് ഓഫീസുകളുണ്ട്. നമ്മുടെ പഴയ സാധനം വരെ അതെ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗവൺമെന്റ് ഓഫീസുകൾ, അങ്ങനെ പല തരത്തിലുള്ള ഓഫീസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് പ്രിഫർ ചെയ്യുന്നത് ഇവിടെയായിരുന്നു. ഞാനും ഒരു കാലഘട്ടത്തിൽ ഇവിടെയായിരുന്നു ഊണ് കഴിച്ചിരുന്നത്, സ്ഥിരം സ്ഥലം. ഇന്നലെ ഓപ്പൺ ചെയ്ത ഡ്രങ്കൻ എന്നെ കൂട്ടാതെ ഉദ്ഘാടന വെള്ളപടി ഇന്നലെ തന്നെ അടിച്ച് കള്ള ഡ്രാഗൻ. ആ 8:30 ഇവിടെ വന്നില്ലെങ്കിലും മനസ്സിന് ഭയങ്കര. അതെ, ഓപ്പൺ ചെയ്ത ദിവസം സത്യോട് വന്നൊരു ഗ്യാപ്പ് അടിച്ചിട്ട് പോയി. അതെ, ഈ ഡ്രങ്കനും എനിക്കൊക്കെ അങ്ങനെയാണ്. അതായത് ചില നമുക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു തോന്നലാണ് ഈ ഉദ്ഘാടന ദിവസം അല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ ഒരു കാര്യം നേടുക എന്നൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ. അപ്പോൾ എന്നാലും എനിക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ജോലി തിരക്ക് മൂലം എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എനിക്കും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രങ്കൻ ചെയ്തതിനെ വന്ന് ഇവിടുന്ന് തകർത്തല്ലേ ഒരു ഗ്യാപ്പ് അടിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടച്ചിങ്സിലേക്ക് വരാം. ഇതെന്റെ പഴയ ഒരു സാധനമാണ്, എന്റെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വിന്റേജ് സാധനമാണ് എക്ച്വലി ഫ്രൈ. ഇവിടുത്തെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. യെസ്, മുളക്. അല്ല, ഞാൻ പണ്ടും സ്ഥിരം മേടിച്ചിരുന്ന ഈ സാധനമാണ്. അടിക്കാൻ പറ്റിയ സാധനം തീർച്ചയായിട്ടും. ആ മുളക് കിടക്കാനായിട്ട് പേടിയും തോന്നുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞല്ലോ ഇതേപോലെ എനിക്ക് വേണ്ടി സോൾട്ട് വെക്കത്തില്ല, പെപ്പർ ഇതേപോലെ കൊണ്ട് വെക്കും. കാരണം ഞാൻ ഇങ്ങനെയല്ല, ഞാൻ നിറച്ചിങ്ങനെ കുടഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. ഞാൻ നിറച്ച് കുടഞ്ഞിട്ട് നല്ല അടച്ചിരിക്കുക, നിറച്ച് കുടഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുക. അവർക്ക് ആ ഒരു ഓർമ്മ ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ട്. അതാണ് വർഷങ്ങൾ ഇത്ര 7 വർഷത്തോളം കൊണ്ടായി ഇവിടെ. ഒരു മുളക് എടുത്തോ, തനിക്കുള്ള വാടുമോ മുളകെല്ലാം അടച്ചോ. മുളകിന് എരിവുണ്ട? നല്ല ചോദ്യമല്ലേ. വിലക്കുറവാണോ? ചേർത്ത് പിടിച്ച് അടുപ്പിച്ച് പിടിച്ച് ഇങ്ങോട്ടാ പറക്കുന്നില്ല, വരുന്നുണ്ടോ? അതിനൊന്നും വീഴുന്നില്ലടോ. ഇങ്ങനെ ചൂടാണോ? ചൂടൊന്നുമില്ല, ഉമ്മല് മൂക്കിൽ വന്നിരിക്കുവല്ലോ. എടുത്ത് വായി. അതെ, പെപ്പർ ഉപയോഗിച്ച് അപ്പൊ തുമ്മണം, അതാണ് ഒരു പ്രകൃതി ശാസ്ത്രം. പഴയ ടേസ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ സാധനം ഫ്രഷാണ്, അതിനകത്തൊരു തർക്കമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമേ ഉള്ളൂ ചെറിയതായിട്ട് ഉപ്പ് കുറവുണ്ട്. അതിലോ ഒരുപാട് ഉപ്പായിക്കണ കഴിക്കും. പിന്നെ അവസാനം കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങത്തില്ലട്ടാ. അതിലോ അതെ, ഉപ്പാണല്ലോ. താൻ കഴിച്ചില്ലല്ലോ ഇതുവരെ, ഒരു മുളക് മാത്രമല്ല കഴിച്ചത്. ബിയർ പറയുന്നുണ്ട്, അത് വരുന്നവരെ ഇത് ബാക്കി അടിച്ചൊരു സെറ്റാണ്. ഓക്കെ, നമ്മുടെ അടുത്ത റൗണ്ട് ബിയർ വന്നിരിക്കണം. ഇവിടെ എത്ര രൂപ ബിയറിനൊക്കെ? 10 രൂപ കുറവാണോ?
അത് താമസിയാതെ കൂടിക്കോളും. ആൾക്കാർ കൂടുമ്പോ വിലയും കൂടും. ഇത്ര ആളല്ലേ മതി. അതാണ് തുണിപ്പിക്കാനാണ്. താൻ ഇങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ പറഞ്ഞു വിടും. തന്നെ ആ ക്ലാസ് കൊണ്ട് തീരുമോ ബിയർ? നല്ല ക്ലാസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്. അതെല്ലേ? അതെ, നല്ല അതല്ലോ. ഇങ്ങനത്തെ ഇത്രയും സ്കെൽറ്റ് ആയിട്ടുള്ള ബിയർ ക്ലാസ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരു ബിയറോട് മേടിക്കട്ടെ, അടിച്ചിട്ട് നമുക്ക് മേടിക്കാം. കാരണം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വേറെ കൊണ്ടില്ല, ഞാൻ പറയാം, മനസ്സിന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ആക്ച്വലി. സത്യസന്ധമായിട്ട് പറയാം കേട്ടോ, വെറുതെ പറയുന്നില്ല, മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ടൊരു ബാറിൽ വന്ന് അടിച്ചത് ഇവിടുന്നാണ്. ആ ബാറിലാണ് വീണ്ടും വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. ഞാനും ഇവിടെ അങ്ങനെ കൂടെ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്നത് നിൽക്കലടിക്കുമ്പോൾ ഞാൻ തിരുപ്പതി പണ്ട്. അപ്പൊ നമ്മൾ തമ്മിൽ പരിചയമില്ല. ഞാൻ വേറെ ഇവിടെ വന്നതാ. ഞാൻ വേറെ ആയിട്ട് പാർട്ടിയുടെ കൂടെ വന്നിട്ട് അവിടെ നിൽക്കുക. എന്നോട് വണ്ടിയായിട്ട് വണ്ടി ഉണ്ടല്ലേ, എന്നെ ഒന്ന് കൊണ്ടേ വിടുവാന്ന് ചോദിച്ചാ. അന്ന് വിടാൻ വേണ്ടി വന്ന ഞാൻ അടിക്കുവായിരുന്നു. ഞാൻ ചോദിച്ചു അല്ല, ഞാൻ പുള്ളിനെ കൊണ്ട് വന്നായിരുന്നു ഒരു പാർട്ടി. പുള്ളി ചോദിച്ചു അടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ അടിക്കത്തൊന്നും ഇല്ലെന്നത് പോവാന്ന് പറഞ്ഞു. അല്ല, അടിക്കുന്ന ഒരു ബിയർ മേടിച്ച് കഴിച്ചാൽ ആ ബിയർ മേടിക്കുന്ന സമയത്ത് പുള്ളിക്ക് 2 പെഗ് മേടിക്കാം, എന്റെ കൂടെ തിരിച്ചും വരാം. അതിന്റെ പരിപാടിയാണ്. അല്ല, അപ്പൊ തനിക്ക് എന്നെ അറിയാലോ ആ സമയത്ത്. പിന്നെ അന്ന് വരുമല്ലോ, നീ അവിടെ വരും. അതെ, അപ്പോഴും അതെ ഇപ്പോഴും അതെ. ബാറിൽ ഒരുമിച്ച് കണ്ടാൽ പോലും മൈൻഡ് ചെയ്യത്തില്ല. പമ്മ ഇരുന്ന് അടിച്ചിട്ട് പോയി കളയും. പകോടയിലെ കഥയാണ് ഈ പറയുന്നത്. ഈ താനി കണ്ട് ഉപ്പ് വാരിയിടുന്ന എന്തിനോട് ഇതിന് മാത്രം? എനിക്ക് ഇച്ചിരി ഉപ്പില്ല. എന്നാ കുരുമുളക് വാരിയിട്, ബാലൻസ് അവിടെ എല്ലാം കൂടെ. അത്രേ ഉള്ളൂ. അല്ലെ തെറ്റിപ്പോ, അല്ലെ പിന്നെ എക്സ്ട്രാ അടിക്കേണ്ടി വരും. ടാക്ടിക്കൽ മൂവ് ആണ് ഡ്രങ്കന്റെ. അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ട് ബോയിൽഡ് ആക്കി എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ പഴയ ഐറ്റം ആണ് ഇതൊക്കെ. അല്ല, അത് സാരല്ല, അതൊരു വേറെ ടേസ്റ്റ് ആണ്. ഇവിടെ ചേട്ടാ അപ്പത്തോട്ട് മാറ്റി വെച്ച്. അങ്ങനെ ബോയിൽഡ് ആക്കി എത്തിക്കഴിഞ്ഞു. സെമി ബോയിൽഡ് ആണ്. അടുത്ത റൗണ്ട് ബിയർ ഫൈനൽ ചിയേഴ്സ് അല്ല, ഫൈനൽ ഒഴി. ഫൈനൽ ചിയേഴ്സ് ഒഴിച്ചു കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ആഹാ, ആ പരിപാടി കയ്യിരിക്കട്ടെ മോനെ. എന്താണ് ഞാൻ പത കുടിച്ച് ഫിറ്റ് ആവണമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇത്രേ ഉള്ളു ബിയർ. ഈ ഗ്ലാസ്സിൽ പെട്ടെന്ന് സാധാരണ എല്ലായിടത്തും ഉള്ള ഗ്ലാസ് പോലും. പോട്ടെ, ഒഴിച്ചോ പതുക്കെ ഒഴിച്ചാൽ മതി. ഒഴിച്ച് തീർക്കണോ? അത് ഇതിനകത്ത് ഒഴിച്ചിട്ട് ബാക്കി എപ്പോഴും അതിന് പോവാം. അതെ, ബാക്കി ലാസ്റ്റ് പത തനിക്ക്. ഇപ്പൊ ടാലിയായി. പിന്നെ
മുട്ട ഇടേണ്ട സമയം, സോറി, മുട്ട കഴിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു. സത്യം അടിച്ചിട്ട് കഴിക്കുന്നതാണ്. എങ്കിലും ഞാനത് കൊള്ളാം. ആ പെപ്പറിന്റെ എഫക്റ്റ് ഇല്ലേ? പിന്നെ നീ അതിന്റെ കൂടെ മുട്ട ചിക്കിയോ? എന്നാ മിച്ചർ കൂടെ പിടി. ആ, അത് തന്നെ ചെയ്യാൻ പോയല്ലേ? നമുക്കെല്ലാം വേണം. അത്രേ ഉള്ളൂ. ഫൈനൽ ചെയ്തറിയാലേ? പറയണതല്ലേ, ഇതൊന്നും ഇല്ല, വാങ്ങിക്കാൻ പ്ലാനും ഇല്ല. അല്ല, വേണേ മേടിക്കാം. ഇത് എടുത്തു തരുന്നൊരു ബാക്കി ഗൈസ്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പുന്നമട റിസോർട്ട്സിലെ നമ്മുടെ ടോട്ടൽ ബില്ലെന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. അതായത് ഞങ്ങൾ 6 ബിയർ മൊത്തം മേടിച്ചു, പിന്നെ ഒരു പനീർ പക്കോട, പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതിനാണ്. ഇപ്പോൾ അത് പറയാം. നമ്മുടെ ബില്ല് വന്നിരിക്കുകയാണ്. ടോട്ടൽ 820 രൂപയാണ്. ബില്ലിന്റെ പൂമാലയാണ് ആക്ച്വലി. ഇത് കണ്ടില്ലേ? ആദ്യത്തെ ആംസ്റ്റലിൽ 190 രൂപയാണ് ഒരു ആംസ്റ്റലിലെ ബിയറിന്റെ വില. പിന്നെ അവർ വീണ്ടും ആംസ്റ്റൽ അടിച്ചു. അത് 2 എണ്ണമാണ്. കണക്കുകൾ ഒരുപാടാണ്, എനിക്ക് കണക്ക് കൂട്ടാൻ സമയമില്ല. പിന്നെ ആക്ച്വലി 30 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 20 രൂപയുള്ളൂ. താൻ 20 രൂപ പറഞ്ഞു, പക്ഷെ ഇവിടെ 30 രൂപ. ഞാൻ 60 പ്രവേശിച്ചു.